ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആക്കണം എന്നില്ല. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് എന്നിലൂടെ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നതിൽ അത് എൻ്റെ ഞാനൊരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഞാനൊരു ടൂള് മാത്രമാണ്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയെ പോസിറ്റീവ് കമൻസ് ഇടാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. അതിൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നടക്കാൻ പോകുന്നത്? ബ്ലെസ്സിങ്സ് എന്താണ്? നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് കിട്ടുന്നു? ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം എങ്ങനെ വീണ്ടെടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇതിൽ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യം, അത് കുറേ ആൾക്കാർക്ക് ഇത് പൈസയാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിലോ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ എങ്ങനെ അത് തിരിച്ചു പിടിക്കാം എന്നാലോചിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, അത് നിങ്ങളുടെ ഭാഗത്തും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. അതെങ്ങനെ തിരുത്തി മുന്നോട്ടേക്ക് പോകാം എന്നാലോചിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ലേസി ആയിരുന്നത് കൊണ്ടോ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറ്റം പറയേണ്ടി വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാർണിംഗ് തരേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഏത് തരത്തിലായാലും നിങ്ങളുടെ ഭാഗത്ത് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അത് തിരുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഇപ്പം നമുക്ക് നോക്കാം. മജീഷ്യനാണ്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായിട്ടത് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കഴിവുണ്ട് നിങ്ങൾക്ക്. പക്ഷേ വേണ്ടവണ്ണം നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടും സ്ട്രഗിളും ഫേസ് ചെയ്യേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കഴിവുകൾ പുറത്തെടുക്കണമെന്ന്, അല്ലെങ്കിൽ അത് ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ അത് ആലോചിക്കുന്നുണ്ട്. അതിൽ സക്സസ് വരുത്തണം. നിങ്ങൾക്കിപ്പോൾ എന്താണോ ഒരു ബുദ്ധിമുട്ടുള്ളത് അത് സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഒരു ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ചോ ഒരു ട്രാവലോ ഇന്നേ ദിവസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായിരിക്കണം നിങ്ങൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കുന്നത്. അതുണ്ട്.
കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേരായ വിധത്തിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ പാസ്റ്റിലെ പോലെ ആക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇന്നുണ്ട്. എന്ത് പ്രശ്നമാണോ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഇതെല്ലാം ശരിയാക്കാൻ പറ്റുന്ന ആളാണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ളത്, നിങ്ങളായിട്ട് ഒരു നിങ്ങളുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടായ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, അതൊന്ന് ശരിക്കും വീണ്ടും അത് മാറ്റാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരാളോട് നിങ്ങൾ മിസ്ബിഹേവ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നു ഞാൻ അയാളോട് മാപ്പ് പറയുന്നതായിരിക്കും നല്ലത്. അത് കുറച്ച് ഈഗോ ഉള്ളതുകൊണ്ട് സംഭവിച്ച എന്തെങ്കിലും ഒരു സംസാരത്തിൻ്റെ പേരിൽ സംഭവിച്ച പോയതായിരിക്കും. അപ്പം നിങ്ങളത് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യാവൂ. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെന്തോ ഒരു തന്ത്രം മെനയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങളിന്ന് ബുദ്ധി കൊണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നു. വളരെ പ്ലാനിങ്ങിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഇതിനകത്ത്. അപ്പോൾ നേരത്തെ നിങ്ങളെ ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരോട് നിങ്ങൾ ഒരുപാട് ഹൃദയം കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമയം നിങ്ങളുടെ ഭാഗത്ത് വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അവർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അവരത് ഒരു വലിയ ഇഷ്യൂ ആക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ബുദ്ധിപൂർവ്വം കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇമോഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവർ ചെയ്തുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കിയാലും സ്നേഹം കൊണ്ട് നിങ്ങളത് മിണ്ടാതിരുന്നിട്ടുണ്ടായിരിക്കാം, കണ്ണടച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ പറ്റിക്കുകയാണെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കണ്ണടച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ പറ്റൂല, ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല, ഇതിനൊരു മാറ്റം ആവശ്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ അവരോട് അടിയുണ്ടാക്കാനൊന്നും പോകണില്ല. ഇന്നേ ദിവസം വളരെ ബുദ്ധിപൂർവ്വം വളരെ കണ്ണിങ് ആയിട്ട് ഉള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ ആലോചിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇവരിത് അറിയുകയും ചെയ്യരുത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം വേണം, ഞാനിനി മാറണം, ആരോടും പറയാതെ. ചിലപ്പോൾ പാസ്റ്റ് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അപ്പം തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആൾറെഡി ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് പുറത്ത് പറയാൻ പോകണില്ല. നിങ്ങൾ വളരെ സൗമ്യമായിട്ട് ഒരു പിണക്കത്തിന് ഇട കൊടുക്കാതെ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവം നിങ്ങൾ തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളൊരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു ട്രാപ്പുണ്ട്, ആ ഒരു ട്രാപ്പിൽ നിന്നും നിങ്ങളിന്ന് ഒഴിവായി പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനം എടുത്ത് ഒഴിവായി പോകുന്നതായിരിക്കാം. ഒരു പിണക്കോ അങ്ങനെ ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ആലോചിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ചില ആൾക്കാർ ഇതൊരു റിലേഷൻഷിപ്പാണ്, ചിലർ ഒരു ബോണ്ട് പോലെ ഒക്കെ ഉണ്ടാക്കിയ ഒരു ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ ആ ബോണ്ട് അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഇതിൽ, കാരണം അവരോട് പിണങ്ങിയല്ല നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നതെന്നാണ് ഇതിനകത്ത് കാണുന്നത്.
ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ബോണ്ടൊക്കെ മാറ്റി നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ട്രാപ്പിലായിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം ദൈവാനുഗ്രഹം ഒരുപാടുണ്ട് നിങ്ങൾക്ക്. നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട്. അതെന്തോ ഒരു കാര്യമാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ഇന്നേ ദിവസം നിങ്ങളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ചിലപ്പോൾ അത് മാറ്റി വെക്കുമായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു വിഷമം, അത് ഒരു നിരാശയുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം ഈ ഒരു മീറ്റിംഗ്. പക്ഷേ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അതൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. ത്രീ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം എഫേർട്ട് എടുത്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്നാണ് കാണണം. മറ്റുള്ള ആൾക്കാർ ചെയ്യേണ്ട ജോലി കൂടി ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കാം. അത് പക്ഷേ ഇന്ന് നിങ്ങൾ വളരെ റിലാക്സ് ചെയ്ത് ചെയ്യുമെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടൊന്നുമല്ല, വളരെ റിലാക്സ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നു എന്നാണ് കാണുന്നത്. പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതിന് ശേഷം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലെങ്കിൽ പോലും നിങ്ങളത് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ആ കാര്യം ചെയ്യാൻ പോണത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു 3 പേര് ചെയ്യേണ്ട എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ ഒരു കഴിവിനെ പ്രശംസിക്കുന്ന ഒരു സമയമൊക്കെയാണ് ഇന്നേ ദിവസം. വീൽ ഓഫ് ഫോർച്യൂണാണ്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരു സമയമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തന്നെ സക്സസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. ട്രാവലുണ്ട് ചില ആൾക്കാർക്ക്, ചിലപ്പോൾ ഓഫീസ് സംബന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാവലായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു ഭാഗ്യചക്രം നിങ്ങൾ തന്നെ കറക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചില സമയം നമുക്ക് അനുകൂലമായി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ വരും. ഇന്നേ ദിവസം നിങ്ങൾ അത് അനുകൂലമാക്കി എടുക്കുന്ന ഒരു എനർജിയാണുള്ളത്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. പക്ഷേ ഇതിൽ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നത് പൂർണ്ണമായും മറ്റുള്ളവർ അതുപോലെ തിരിച്ചു തരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ അതിൽ നിരാശയും വരരുത് എന്നുള്ളതാണ്. നിങ്ങളൊരാളിനൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ഇവർ ഇത്രയും തന്നെ തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയും, അത്രയും സ്നേഹം നിങ്ങളെ സ്നേഹിക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. ഇന്നേ ദിവസം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു എനർജിയാണുള്ളത്. തിരിച്ച് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ ആ നിരാശയിൽ നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരും. അപ്പോൾ പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നേ ദിവസം, അങ്ങനെയാണ് കാണുന്നത്. ത്രീ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു കൺഫ്യൂഷനുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ അതിനൊരു ഗൈഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട. ദൈവം തന്നെ നിങ്ങൾക്കൊരു നല്ല വഴി കാണിച്ചു തരും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി എടുക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. വളരെ ഹാപ്പി ആയിട്ട് ഇന്നേ ദിവസം നിങ്ങൾ ജോലി ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. വളരെ ഹാപ്പി മൂഡിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇന്നേ ദിവസം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനാണ് സാധ്യത. അപ്പോൾ വളരെ എനർജറ്റിക് ആയിരിക്കും. വളരെ പോസിറ്റീവ് ഒരു ദിവസമാണ്. ചിലർക്ക് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ ആ കൺഫ്യൂഷനൊക്കെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമെന്നാണ് കാണുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. വിഷമിക്കേണ്ട. നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ബുദ്ധിമുട്ടണ്ട എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് ഗൈഡൻസ് തരുന്നത്. ഇന്ന് നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് കൂടി നോക്കാം. എന്ത് ആണ് ഗൈഡൻസ് നിങ്ങൾക്ക് തരാനുള്ളത്? ഇന്നത്തെ ദിവസത്തെ ഗൈഡൻസ് ആണ്. നിങ്ങളുടെ
ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം അത് ഏറ്റെടുത്താൽ അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെസ്റ്റ് ഇന്നേ ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം, അത് ദൈവം തന്നെ ഒരു ടെസ്റ്റ് നടത്തുന്നതായിരിക്കാം. നിങ്ങൾ ഇന്നേ ദിവസം അത് ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലേ. അപ്പോൾ നിങ്ങൾ കഴിവ് എത്രമാത്രമാണെന്ന് ടെസ്റ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. തോറ്റു പോകാതിരിക്കുക. നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാണ്, കാരണം മജീഷ്യനാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കളയാതെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക, ഒന്നും മാറ്റി വയ്ക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങൾ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ആ കുറച്ച് സമയമായാലും നിങ്ങളിരുന്ന് എഴുതി അത് എന്നെ അറിയിക്കുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷം. മറ്റുള്ളവർക്കും അതൊരു എൻകറേജ്മെൻ്റാണ്. അപ്പോൾ അതിലും വളരെ സന്തോഷം. താങ്ക് യു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.